നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേത വരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,498ാമത്തെ ദിവസമാണ്. കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് കന്നിമാസം 29-ാം തീയതിയാണ്. ശകവർഷം 1947 ആശ്വിനമാസം 23-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഒക്ടോബർ മാസം 15-ാം തീയതിയാണ്. ഇന്ന് കൃഷ്ണപക്ഷത്തിലെ നവമി തിഥിയാണ്. രാവിലെ 10:33 വരെയാണ് നവമി തിഥിയുള്ളത്. അത് കഴിഞ്ഞ് ദശമിയാണ്. നക്ഷത്രം വരുന്നത് പൂയം നക്ഷത്രമാണ്. രാവിലെ 11:59 വരെയുള്ള സമയത്താണ് പൂയം. അതിനുശേഷം ആയില്യം നക്ഷത്രമാണ്. കരണം ആനക്കരണം 10:33 വരെയാണ്. നിത്യയോഗം വരുന്നത് സാധ്യനാമ നിത്യയോഗമാണ്. ഉച്ചയ്ക്ക് 2:56 വരെയുള്ള സമയത്ത് സാധ്യനാമ നിത്യയോഗം വരുന്നു. ഞാറ്റുവേല ചിത്തിരം ഞാറ്റുവേലയാണ്. ശരത്ത് ഋതുവാണ്. ദക്ഷിണ അയനമാണ്. ഇന്ന് ദിവസം ബുധൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:15:34 ഉദയം സംഭവിക്കുന്നു. അസ്തമയം വരുന്നത് 6:03:41 ഇത് മധ്യകേരളത്തിലേതാണ് ഉദയാസ്തമയങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ദിനമാനം വരുന്നത് 11:48:07 പകലിൻ്റെ ദൈർഘ്യമാണ് ദിനമാനം എന്ന് പറയുന്നത്. രാഹുകാലം വരുന്നത് ഉച്ചയ്ക്ക് 12:09 തുടങ്ങി 1:38 വരെയുള്ള സമയത്താണ്. ഗുളികകാലം വരുന്നത് രാവിലെ 10:41 തുടങ്ങി 12:09 വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം വരുന്നത് രാവിലെ 7:44 മുതൽക്ക് 9:12 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാണ് പൊതുവെ. അതുകൊണ്ട് ശുഭകർമ്മങ്ങൾക്ക് വർജിച്ചിട്ടുണ്ട്. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:45 മുതൽക്ക് 12:07 വരേക്കും. അതിനുശേഷം മധ്യത്തിൽ 4 മിനിറ്റ് വർജിച്ച് 12:11 മുതൽക്ക് 12:33 വരെയുള്ള സമയത്താണ്. ഈ അഭിജിത്ത് മുഹൂർത്തത്തിൽ മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വരികിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന്നേ ദിവസം ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഈ മുഹൂർത്തം ഒരു ശുഭമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യസമ്മതമുള്ളതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് ധനുക്കൂറുകാർക്കാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൽ അതായത് ഉത്രാടത്തിൻ്റെ ആദ്യപാദം. ഈ 3 നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം 8ാം ഭാവത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസമാകയാൽ ഇന്നത്തെ ദിവസം പൊതുവേ ശുഭമല്ല. മറ്റ് പ്രധാനപ്പെട്ട ശുഭകർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുക, യാത്ര മുതലായിട്ടുള്ളവ അവർ നിയന്ത്രിക്കേണ്ടതാണ്. ഇന്ന് നക്ഷത്രം വരുന്ന പൂയം നക്ഷത്രമാണ്. പൗഷ്ടിക കർമ്മങ്ങൾക്കും ഉത്സവാദികൾ നടത്തുക, പ്രതിഷ്ഠ മറ്റും നടത്തുക, ശാന്തി കർമ്മങ്ങൾ ഇതൊക്കെയും നടത്താം. എന്നാൽ ഇന്നത്തെ ദിവസം വിവാഹം ഒഴിച്ചുള്ള മംഗളകർമ്മങ്ങളൊക്കെയും ഈ പൂയം നക്ഷത്രത്തിന് നടത്താവുന്നതാണ്. നവമിയാണ് തിഥി. കൃഷ്ണപക്ഷത്തിലെ നവമിയാണ്. നവമി തിഥി ശുഭകർമ്മങ്ങൾക്ക് വർജിച്ചിട്ടുള്ളതാണ്. യുദ്ധം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, കലഹം, ചൂത് കളിക്കുക, വിഷം, അഗ്നി, ശസ്ത്രം മുതലായവ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ക്രിയകൾ ചെയ്യുക, ഇതൊക്കെയാണ് നവമി തിഥിക്ക് പറഞ്ഞിട്ടുള്ളത്. ആയതുകൊണ്ട് ഇന്നത്തെ ദിവസവും ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടില്ലാത്ത ദിവസമാണ്. നമസ്കാരം.